താങ്ക് യു. ഐസ്ക്രീമാണേ, നല്ല രസമുള്ള ഐസ്ക്രീം. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഐസ്ക്രീം. പക്ഷേ കുറച്ച് കഴിയുമ്പം ഈ ക്രീം മെൽറ്റായിപ്പോവും, ഈ കോൺ മെൽറ്റായിപ്പോവും, എല്ലാം വെറും വെള്ളം പോലെയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം ആസ്വദിക്കാൻ നോക്കിയാൽ ആ പഴയതുപോലെ ഇപ്പോൾ ഉള്ളതുപോലെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല, മെൽറ്റായി കഴിഞ്ഞിട്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ സമയവും ഇങ്ങനെയാണ്. നമ്മൾ വളരെ ഇപ്പം യങ്ങാണ്, നമുക്ക് സമയമുണ്ട്, ആസ്വദിക്കാനുള്ള അവസരങ്ങളുണ്ട്, സന്തോഷത്തോടെ ചെലവഴിക്കാൻ നല്ല നിമിഷങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ കുറേ നാൾ കഴിഞ്ഞിട്ട് അയ്യോ ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജീവിതം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ നിമിഷങ്ങളും ഓരോ വർഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ശരിക്കും ആസ്വദിക്കാനും കൂടെ ഉള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചും പണിയെടുത്തും ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് മാത്രം ജീവിച്ചാൽ പോരല്ല. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്തിയായി ആസ്വദിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ വല്ല കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വല്ല സ്റ്റഫ് എടുക്കാനൊന്നും അല്ല പറയുന്നത്. അല്ലാതെ ഹെൽത്തിയായ വിധത്തിൽ നമ്മൾ ആസ്വദിക്കണം ജീവിതം. പല കാര്യങ്ങളും ജീവിതം ആസ്വദിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആവാറുണ്ട്. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതിന് കാരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ട്രെസ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ, ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും സ്ട്രെസ്ഡാണ്. അതൊക്കെ നോർമലായ കാര്യം തന്നെയാണ്, അതിനകത്ത് അബ്നോർമാലിറ്റി ഒന്നുമില്ല. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ 24 മണിക്കൂറും ദിവസം മുഴുവനും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ സ്ട്രെസ് അടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദ്യതയെ ബാധിക്കും. അപ്പോൾ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. പരിഹാരം എന്താണ്? നമ്മളിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അതായത് നമ്മളൊരു ദിവസം 8 മണിക്കൂർ ഉറങ്ങുന്നില്ലേ, അതുപോലെ നമ്മൾ ജോലി ചെയ്യാനും നമ്മൾ സമയം ഇടണം. ബാക്കി നമുക്ക് വേണ്ടി നമ്മളൊരു സമയം ഇടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിന് നമ്മളൊരു ബൗണ്ടറി ഫിക്സ് ചെയ്യണം. നമുക്ക് വേണ്ടി നമ്മളൊരു സ്പേസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അതിന് മീ ടൈം എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇത് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ, ഇപ്പം തന്നെ ഇത് മെൽറ്റായി തുടങ്ങി. രണ്ടാമത്തെ കാര്യമാണ് നമ്മളെ കെയർ ചെയ്യണം. നമ്മളെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ജീവിതം ആസ്വദിക്കുന്നതിൽ. പലരും ഈ സെൽഫ് കെയർ ഇല്ലാത്തതുകൊണ്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് പ്രശ്നത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള അവിടെ നമുക്ക് സെൽഫ് കെയർ ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ എടുക്കില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ ഫിസിക്കലി ഇല്ലാണെങ്കിൽ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ അതിനുള്ള ചില പരിഹാരങ്ങൾ ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമായിരിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അവിടെയും സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യണം. അത് ജീവിതം ആസ്വദിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ പലർക്കും ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തതിന് കാരണം വലിയ ടെൻഷൻ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല. പക്ഷേ അവരുടെ മനസ്സ് അവിടെയില്ല. എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെയൊക്കെയോ ഒക്കുപ്പേഡാണ്. ഇപ്പം നമ്മൾ ഈ ഐസ്ക്രീം ഞാനിങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലേ, ആ ടേസ്റ്റ് ഇങ്ങനെ അവിടെ മനസ്സുണ്ടാവണം അല്ലേ. നമ്മുടെ നാക്കിലുള്ള ആ ഒരു ടേസ്റ്റിൽ മനസ്സുണ്ടാവണം. ഇതിനൊരു സ്മെല്ലുണ്ടാവും, കാണാനുണ്ടാവും. നമ്മുടെ സെൻസസ് എല്ലാം ഇവിടെ വരണം. ഇങ്ങനെ നമ്മൾ ഇതിനെ എൻജോയ് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പലരും ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇവിടെയല്ല, വേറെ പല കാര്യങ്ങളിലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആസ്വദിച്ച് കഴിക്കാൻ നമ്മൾ എത്ര പേർക്ക് പറ്റാറുണ്ട്? വളരെ കുറവ് ആൾക്കാർക്ക്. അവരുടെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെയും മനസ്സില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമെന്ന് വിചാരിച്ചു, നമ്മളവിടെ മൈൻഡ് അവിടെ ഇല്ലെങ്കിൽ കഥ നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജീവിതവും ഇതുപോലെയാണ്. എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ഓരോ സമയത്തും അവിടെ ഉണ്ടാവണം. പ്രസൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മൈൻഡ്ഫുള്ളായി. നമ്മുടെ എക്സ്പീരിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. നമുക്ക് എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ഉള്ള നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് മൈൻഡ്ഫുള്ളായി ആസ്വദിക്കാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഏതായാലും ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു മിഷനായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെയൊക്കെ ഷോർട്ടായ ഒരു ലൈഫാണ്. നമുക്ക് കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതിങ്ങനെ എല്ലാം ഇങ്ങനെ വലിയ റെസ്പോൺസിബിലിറ്റികളിലും ടെൻഷനിലും
പ്രശ്നങ്ങളിലും തീരേണ്ടതല്ല, അത് ആസ്വദിക്കാൻ കൂടി ഉള്ളതാണ്. യാത്രകളൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ആസ്വാദനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ജീവിതം ആസ്വദിക്കണം. ഓക്കെ, ബി ഹാപ്പി.